സർവോപരി നമ്മുടെ കല്യാണിയായ ഈ സിസ്റ്റർ അംഗമാലിയാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കാലാകാലമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്.
ചെയ്യണം. വേദിയിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് ശ്രീ സുനീഷ് ബാലനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവോടുകൂടി ആദ്യമായിട്ട് പ്രകാശിച്ച ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി അതിൻ്റെതായ പൂർണ്ണതയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടിയിട്ട് എന്തിനേറെ പറയുന്നു, തൻ്റെ കുടുംബ ജീവിതത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് സന്തോഷം പോകാൻ. അദ്ദേഹത്തെ ഏറ്റവും ആദരപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോണി പോളിയോടെ നമ്മുടെ ഗ്രൂപ്പിന് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. നല്ല മനസ്സിലുള്ളവർ ഈ കൂട്ടായ്മ ഉള്ളതിനാലാണ് ഈ 4 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും എല്ലാം വാക്കാണ് നല്ലത്. സൗഹൃദം എന്ന വാക്ക് അന്നം പോലെയാണ്, അതായത് ഭക്ഷണം പോലെയാണെന്നാണ് പറയുക. സൗഹൃദം എന്ന വാക്കിന്റെ പ്രത്യേകത എത്രയായാലും മതിയാവില്ല. രാവിലെ അതായത് നല്ല ചങ്ങാതിമാരെന്ന് വേണേൽ പറയാം. രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു 10-11 മണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഉച്ചയ്ക്ക് കഴിയുക, ഉച്ചയ്ക്ക് കഴിയുന്ന 4 മണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങും. അപ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ കഴിയും. അപ്പോൾ അല്ലെങ്കിൽ 8 മണിക്ക് കഴിയും. അതായത് നമ്മളുടെ വിശപ്പ് പോലെയാണ് നല്ല സൗഹൃദം, നല്ല ചങ്ങാത്തം. അത് നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വിശപ്പ് അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദ സ്നേഹത്തിന്റെ മറ്റൊരു അർത്ഥം കൂടിയാണ്. അതായത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ, മനോരമയുടെ ജോലി ഓപ്പോസിറ്റ് ഇന്റർവ്യൂ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ബാലചന്ദ്രൻ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലകൻ മറുപടി പറയുന്നതിന് കൂടെ ഇടയ്ക്കിടയ്ക്ക് വിജയലക്ഷ്മി എന്ന സുഹൃത്തിനെ കുറിച്ച് പറയുന്നത്. എന്റെ സുഹൃത്ത് അങ്ങനെയാണ്, എന്റെ സുഹൃത്ത് ഇങ്ങനെയാണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിജയലക്ഷ്മി ഇങ്ങനെയാണ്. അവസാനം കുറെ കഴിയുമ്പോൾ ജോലി ഓപ്പോസിറ്റ് ചോദിക്കും, അല്ല വിജയലക്ഷ്മി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയല്ലേ? ബാലന്റെ ഭാര്യയല്ലേ വിജയലക്ഷ്മി? അതെ, അവളെന്റെ ഭാര്യ എന്നതിനേക്കാൾ എന്റെ നല്ല സുഹൃത്താണ് പറയുന്നത്. അതായത് ഇത് രണ്ടുപേരും മഹാരാഷ്ട്ര കോളേജിൽ ഒരുമിച്ച് പഠിച്ചപ്പോൾ അപ്പപ്പെട്ട സൗഹൃദമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയിലേക്ക് ആ ജീവിതം എത്തിയത്. അപ്പൊ ബാലൻ പറയുന്നത് നല്ല സൗഹൃദം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവരെ ഭാര്യയായി കൂടെ കൂട്ടാൻ കഴിയുന്നത് എന്നാണ്. അപ്പൊ നല്ല സൗഹൃദം എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ജൈനമതം നമ്മുടെ അഭിക്ഷയുടെ മതമാണ് ജൈനമതം. നമ്മുടെ ഞാൻ കുറെ കാലം മാതൃഭൂമിയിൽ ജോലികളാണ്. അപ്പൊ എന്റെ മുതലാളിയായിരുന്നു എന്റെ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ മകൻ ശ്രേയാംസ് സ്വാമി. ഇവര് ജൈന മതക്കാരാണ്. ജൈനമതത്തിന്റെ ഒരു പ്രത്യേകത, ജൈനമതത്തിന്റെ ഒരു വിശ്വാസം ഉള്ളത്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ട്വിൻ ബ്രദർ ജനിച്ചിരിക്കും. ലോകത്തെവിടെയോ നമ്മുടെ ട്വിൻ ബ്രദർ ഉണ്ടാവും, അല്ലെങ്കിൽ ട്വിൻ സിസ്റ്റർ ഉണ്ടാവും. നമ്മളൊരു ഇരട്ട ലോകത്തെവിടെയോ ഉണ്ടാവും. ആ ഇരട്ടയെ നമ്മൾ കണ്ടെത്തും. എപ്പോഴും കണ്ടെത്താനുള്ള യാത്രയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം എന്നാണ് ജൈനന്മാരുടെ വിശ്വാസം. അപ്പൊ ആ മനുഷ്യനെ കണ്ടെത്താൻ എന്റെ ഇരട്ടയെ എന്നെ പോലെ തന്നെ ചിന്തിക്കുകയും സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ എന്നെപ്പോഴും ആളെ കണ്ടെത്താൻ ഓരോ മനുഷ്യനും നടന്നൊരു യാത്രയുണ്ട്. അത് പലപ്പോഴും ചില ആളുകൾക്ക് ഭാഗ്യമായി ലഭിക്കും, തന്റെ സ്വന്തം ഭാര്യയെ തന്നെ ലഭിക്കും. അതിന് സോൾമേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പുതിയ കാലത്തെ കുട്ടികൾക്കൊക്കെ അവരുടെ സോൾമേറ്റ് എന്ന് പറയും. പെട്ടെന്ന് മനസ്സിലാവും പുതിയ കുട്ടികൾ എന്റെ സോൾമേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് സോൾമേറ്റ് എന്റെ ആത്മാവിനോട് എന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരാൾ, അതാണ് സോൾമേറ്റിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്താൻ
അപൂർവങ്ങളിൽ അപൂർവത്തിൽ ആൾക്കാർക്കാണ് സ്വന്തം ഭാര്യയെ സോൾമേറ്റായി കിട്ടുക. ഭാര്യ സോൾമേറ്റ് നമ്മള് ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഒരു വലിയ തമാശയുണ്ട്. ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയെ കണ്ടു. ഞാൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ അവളുമായി സൗഹൃദം പങ്കിട്ടു. ഞങ്ങൾ പോയി ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചു, ഒരു സെൽഫി എടുത്തു. ആ സെൽഫി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതൊരു കുഴപ്പമില്ല, ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഭാര്യയ്ക്ക് എന്റെ സൗഹൃദങ്ങളെ കൂട്ടുകാരികളെ അറിയാമല്ലോ. പക്ഷേ അതൊരു കുഴപ്പമില്ല. കുറെ കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ എന്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന തെണ്ടി ഒരു പോസ്റ്റ് ഇട്ടു, നീ ഇപ്പോഴും അവളെ വിട്ടിട്ടില്ല അല്ലേ? അതോടുകൂടി ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടായി. പിന്നെ കുറെ കാലത്തേക്ക് ആ പോസ്റ്റിൽ ഫേസ്ബുക്കിലെ പോസ്റ്റ് പറയുന്നത് പിന്നെ കണ്ണ് തുറക്കാൻ 7 ദിവസം എടുത്തു. എന്നിട്ട് വേണം എനിക്ക് ആരെന്ന് മനസ്സിലാക്കാനെന്നാണ്. എന്ന് പറഞ്ഞ പോലെ ചില ജീവിതത്തിലെ ഏറ്റവും നല്ല ഈ ഇതൊക്കെ മനസ്സിലാക്കുന്നത് സോൾമേറ്റ്, സൗഹൃദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് സോൾമേറ്റ് വന്നുപെടാം. ചിലപ്പോൾ അതൊരു ഗുരുനാഥനായിട്ടായിരിക്കും ആ സോൾമേറ്റ് വരിക, ചിലപ്പോൾ നമ്മുടെ മക്കളായിട്ട് വരും, ചിലപ്പോൾ വളരെ അടുത്ത. അതിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും അടുത്ത് വരിക സൗഹൃദങ്ങളിലാണ്. സൗഹൃദങ്ങൾ നമ്മുടെ ഇപ്പോൾ നിങ്ങളുടെ ഈ സൗഹൃദത്തിന് ഏറ്റവും വലിയ ഗുണം, നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാം. നമ്മളെ സ്കൂൾ കാലത്തോ ചിലപ്പോൾ ഉപദ്രവിച്ചവരുണ്ടാവാം, നമ്മളെ വേദനിപ്പിച്ചവരുണ്ടാവാം, നമ്മളെ സ്നേഹിച്ചവരുണ്ടാവാം. പക്ഷെ അവരിൽ എല്ലാവരും കൂടിയാണ് നമ്മളെന്ന മനുഷ്യനുണ്ടായത്. അവർ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാളായത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ സ്കൂൾ സൗഹൃദങ്ങൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടാവുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞും ഈ സൗഹൃദങ്ങൾ നിലനിൽക്കുമെങ്കിൽ ഇത് തിരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഒരുപാട് നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ. നമ്മുടെ കുട്ടികളിലേക്ക് ഇത് ഈ സൗഹൃദത്തിന്റെ സ്നേഹം അത് നമുക്ക് പകർന്നു നൽകുമാറാകട്ടെ, നൽകാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ആർപ്പോ എന്ന 2024 മ്യൂസിക് ആൽബം ഞാൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ പ്രകാശനം ചെയ്യുന്നു. ഈ അതോടൊപ്പം എല്ലാവരും 2025 എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇരിക്കുന്നതിന് മുമ്പ് അവിടെ നിൽക്കുക. നമ്മുടെ ഈ ആർപ്പോ 1 നമ്മളുടെ റിലീസ് കർമ്മം നിർവഹിക്കുകയാണ്. വിശിഷ്ടാതിഥികളെല്ലാം മുന്നോട്ട് കയറ്റിക്കുക. മൈക്കിൾ please open your seats and simply listen. ഈ ഒരു പ്രോഗ്രാം സ്വിച്ച് ഓൺ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പ്ലീസ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിയെ സന്തോഷിനെ ആദരവ് നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഈ ഗാനം അതൊരു വലിയ പ്രിവിലേജാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടുകാരിൽ നിന്ന് സമ്മാനം വാങ്ങാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ നമ്മൾ ശ്രമിച്ച ഈ ഗാനം വളരെ മധുരമായി ആരംഭിച്ചത് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് സോണിയുടെ ഭാര്യ ബിബി സോണിയാണ്. ബിബി സോണിയെയും ഒത്തിരി ആദരവോടുകൂടി അനുമോദിക്കുകയാണ്. ആലുവ മാത്യു അവിടെ മാത്യു വേദിയിലേക്ക് വരിക. താങ്ക് യു വെരി മച്ച്. എല്ലാ വിശിഷ്ടാതിഥികളും സ്റ്റേജിൽ
തയ്യാറാകുക. ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഔപചാരികതയ്ക്കോ സ്ഥാനമില്ലാത്ത ഒരു സദസ്സും വേദിയുമാണത്. ആ ഔപചാരികത ഇല്ലായ്മ തന്നെയാണ് നമ്മുടെ സൗന്ദര്യവും. സുനിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദം എന്ന ഫീലിന് ഏറ്റവും സുന്ദരമായ യാതൊരുവിധ ഡെലിക്കസീസും ഇല്ലാതെയുള്ള ഏറ്റവും സുന്ദരമായ ഒരു വേർഷനാണ് നമ്മുടെ ഈ ഒന്നാം നമ്പർ കൂട്ടായ്മ. അതുതന്നെയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് എന്നെ പോലുള്ളവരെ നിങ്ങളുടെ ഇടയിലേക്ക് എപ്പോഴും കൊണ്ടുവന്നെത്തിക്കുന്നത്. ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു സൗഹൃദത്തിൻ്റെതായ ഒരു മധുരം അത് വേറെ ഒരു കൂട്ടായ്മയിൽ ലഭിക്കാറില്ല. പണ്ട് സെയിന്റ് ആന്റണീസിൽ പഠിക്കുമ്പോൾ അന്ന് നമ്മുടെ സ്കൂള് പൊതുവെ ഈ നാട്ടിലുള്ള അറിയപ്പെടുന്ന ഒരു നല്ല സ്കൂളായിരുന്നു. വേറെയുള്ള സ്കൂളുകളുടെ ഇടയിൽ കോമ്പറ്റീഷൻസിനോ എന്തെങ്കിലും പരിപാടികളൊക്കെ പോകുമ്പോൾ അതുപോലെ തന്നെ പ്രിയങ്കരനായ അനീഷ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. നോ കം ടു ദ സ്റ്റേജ്. സോണി, മാത്യൂസ്, ആൻഡ്രൂസ്, 3 ടീമിന്റെ ക്യാപ്റ്റന്മാര്, കൺവീനർ, ജോയിന്റ് കൺവീനർ, നിങ്ങൾ 5 പേരുകൾ ചേർന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു പൊന്നാടി അത്യാവശ്യം നല്ല നീളമുണ്ട്, അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. സുധീഷ് കടന്നു. അനീഷ് ആരെ വിളിച്ച എന്നെ അപമാനിക്കില്ല.
17 വയസ്സ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് മാറിയ ആളാണ്. വീണ്ടും ഈ നാട്ടിലെ സുഹൃത്തുക്കളോടൊപ്പം ഇതുപോലെ സ്കൂളിലെ നമ്മുടെ സുഹൃത്തുക്കളായിരുന്ന അതേ വൈബ് ഇപ്പോഴും എൻജോയ് ചെയ്യുന്നത് ഈ ഒരു അനുഭവത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറയുവാനോ പങ്കുവയ്ക്കുവാനോ ആഗ്രഹിക്കുന്ന അനുഭവം ഒന്നാണ് നമ്മൾ ഗ്രൂപ്പിലൂടെ കടന്നു പോയ അനുഭവങ്ങളാണ്. ഒരു 2011 കാലം ശാസ്ത്രങ്ങളിൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയം ഞങ്ങളുടെ പേര് തെക്കേ ക്ഷേത്രത്തിൽ. അപ്പോൾ ഞാൻ അച്ഛൻ ഈ 2 ആനകളിൽ പുറത്ത് മണലൊക്കെ വീണ്ടും ഉണ്ടായ 2 പീസിന്റെ മേലുണ്ടായ 2 സ്ഥലമാണ്. ഒന്ന് സഖ്യപർവ്വതം, 2 വിവേകാനന്ദ പറയും. വിവേകാനന്ദ പറയും ആരെ സാഹിത്യം ഞാൻ പേടിച്ചിട്ടില്ല. ഞാൻ പേടിച്ചിട്ടുള്ളൂ. അപ്പൊ ആക്ച്വലി പേടിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വന്നു, ഫ്ലൈറ്റ് ഈസ് ബിക്കം ട്രബിൾ, ബിക്കം എ ക്രാഷ് ലാൻഡിംഗ്. ഉടൻ തന്നെ ക്രാഷ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലൈറ്റിൽ ഭയങ്കര ബഹളമായി. ആർക്ക് പാരച്യൂട്ട് കിട്ടുന്നുള്ള ബഹളമായി. ആകെപ്പടെ ബഹളം. പാരച്യൂട്ട് അറിഞ്ഞിട്ട് എന്റെ അല്ലെങ്കിൽ നമ്മൾ നെഞ്ചുന്നുള്ള രീതിയിലായി. എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ എനിക്കൊരു പാരച്യൂട്ട് കിട്ടും. അപ്പോഴത്തേക്കും ഫ്ലൈറ്റിന്റെ ഡോർ എങ്ങനെ തുറന്ന് ഓരോരുത്തരെ തള്ളി പുറത്തിട്ട് തുടങ്ങി. ശരിക്കും ഞാൻ ഗ്രീനിലേക്ക് പോയോ ഡൗട്ട്. അതിൽ തൊട്ടപ്പെടുന്ന ഒരാൾ ചോദിക്കുന്നു, ഹലോ മാമിന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? കാരണം ജോഷി സാർ അടുത്ത് ഇറക്കുന്നത് ഒരു സിനിമയിലും മാമിനെ കണ്ടിട്ട് ആർട്ടായിട്ട് തോന്നി. അതുകൊണ്ട് മാമിന് താല്പര്യമുണ്ടെങ്കിൽ പോകണമെന്ന് തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട്. ആ മനുഷ്യൻ കടന്നു നീങ്ങുകയാണ്. അദ്ദേഹം അല്ല ആളാവാസിനാണ്
സിംഗിൾ വെൽ സെക്രട്ടറി എല്ലാവരും അഭിനന്ദിക്കുകയാണ്. സമ്മാനം